ഹലോ, നമസ്കാരം. നിലമ്പൂരിൽ എന്താകും കാര്യങ്ങളെന്ന ആകാംക്ഷയിലാണല്ലോ നമ്മളെല്ലാവരും. ഉറപ്പായും വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. അതല്ല, തങ്ങൾ മുന്നേറ്റമുണ്ടാക്കി വിജയിക്കുമെന്നാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. താൻ നിർണായക ശക്തിയാകുമെന്ന് PV അൻവറും അവകാശപ്പെടുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് നിലമ്പൂരിൽ ചർച്ചയായത്? എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് നിലമ്പൂർ മണ്ഡലം ഈ ദിവസങ്ങളിൽ കടന്നുപോയത്? അത് ആർക്ക് ഗുണം ചെയ്യും? പ്രചാരണം അവസാനിക്കുമ്പോൾ നിലമ്പൂരിൽ ആർക്കാണ് മുൻതൂക്കം? ചില വിലയിരുത്തലുകളിലേക്കും വീക്ഷണങ്ങളിലേക്കും നമുക്ക് പോകാം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ ചർച്ചയാകുന്നതും തെരഞ്ഞെടുപ്പ് ഫലം വന്നാലും ഒരുപക്ഷെ ചർച്ചയാകുന്നതും ഒരേ ഒരു ഫാക്ടറാണ്. അത് അൻവർ ഫാക്ടറാണ്. അൻവർ രാജിവെച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് അൻവർ ഫാക്ടർ അല്ലെങ്കിൽ PV അൻവർ CPM പ്രശ്നമായി മാറും എന്നായിരുന്നു. പക്ഷേ നിലമ്പൂരിന്റെ ആദ്യഘട്ടം മുതൽ നമ്മൾ കണ്ടത് എന്താണ്? അൻവർ UDF തലവേദനയാകുന്നതാണ്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതലുള്ള കുറച്ച് ദിവസം UDF ചർച്ചകളാകെ അൻവറിനെ ചുറ്റിപ്പറ്റിയാണ് നടന്നത്. UDF തന്നെ വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലേക്ക് പലപ്പോഴും ആ ചർച്ചകൾ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അതല്ലെങ്കിൽ അങ്ങനത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എങ്ങനെയും അൻവറിനെ ഒപ്പം നിർത്തണമെന്ന നിലപാടുമായി ലീഗും പറ്റില്ല എന്ന തീരുമാനവുമായി VD സതീശനും നിലപാടെടുത്തതോടെ അൻവർ ഫാക്ടർ UDF വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന പ്രതീതി ഒരു ഘട്ടത്തിലുണ്ടായി. പക്ഷേ VD സതീശന്റെ നിലപാടുകൾക്ക് കോൺഗ്രസിലും UDF അപ്രമാദിത്വം കിട്ടിയതോടെ അൻവർ വിഷയം UDF അജണ്ടയിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോകുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷെ അപ്പോഴും അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരെ ബാധിക്കുമെന്ന ചോദ്യം ബാക്കിയാണ്. ഉറപ്പായും UDF ക്യാമ്പിൽ നിന്നായിരിക്കും അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുക എന്നുള്ളതാണ് വിലയിരുത്തൽ. അൻവർ കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതോടെ സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയെന്നും അത് CPM ഗുണമാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അൻവർ കഴിഞ്ഞാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി സ്വീകരിച്ചാണ് സ്വരാജിനെ CPM നിലമ്പൂരിൽ ഇറക്കിയത് എന്ന നറേറ്റീവാണ് ആദ്യഘട്ടത്തിൽ വന്നത്. പക്ഷേ പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗം നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാകിയ കാര്യം ഇതാണ്. നിലമ്പൂരിലെ രംഗം നിരീക്ഷിച്ച ശേഷം അവിടുത്തെ ഒരു സാഹചര്യം, അതായത് PV അൻവർ കൂടി രംഗത്തെത്തുമെന്നു ഏകദേശം ഉറപ്പിച്ച ശേഷം CPM വളരെ പ്ലാൻഡായി രംഗത്തിറക്കിയ സ്ഥാനാർത്ഥിയാണ് സ്വരാജ്. തങ്ങൾക്കെതിരെ വരാവുന്ന എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി. മാത്രമല്ല എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന വ്യക്തിത്വം. മലപ്പുറത്ത് CPM ഇറക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിലും പറയാം. അൻവർ പോയതോടെ നിലമ്പൂരിൽ ശക്തി കുറഞ്ഞ ഇടതുചേരി വെറുതെ മത്സരിക്കാനല്ല, ജയിക്കാൻ തന്നെയാണ് ഇറങ്ങുന്നത് എന്നുള്ള കൃത്യമായ സന്ദേശം അവരുടെ അണികൾക്ക് നൽകാൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പാർട്ടിക്ക് കഴിഞ്ഞു. സ്വരാജ് വന്നതോടെ പകച്ചുപോയ UDF കേന്ദ്രങ്ങളെയാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടത്. അൻവർ വിഷയത്തിൽ തലവേദന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം. UDF ബുദ്ധി കേന്ദ്രങ്ങൾ തലപുകച്ച ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത്. മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച സ്വരാജിന്റെ വരവോടെ മുസ്ലിം ലീഗിൽ തന്നെ ചില കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാഴ്ചയും നമ്മൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടു. സ്വരാജിനെ പരസ്യമായി അഭിനന്ദിക്കുന്ന ലീഗ് നേതാക്കളെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്വരാജ് ഒരു ഫാക്ടറായി മാറുന്നതും നിലമ്പൂരിലെ രാഷ്ട്രീയം കണ്ടു. ഈ ഒരു സ്വരാജ് ഫാക്ടർ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നിലമ്പൂരിലെ ഫലത്തിൽ നിർണായകമാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഷൗക്കത്തിന് പിന്തുണയുമായി ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നതാണ് നിലമ്പൂരിൽ ചർച്ചയായ മറ്റൊരു കാര്യം. ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഏറ്റവും അധികം വിമർശിച്ച ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. തൻ്റെ എഴുത്തുകളിലൂടെയും ചർച്ചകളിലൂടെയും സിനിമകളിലൂടെയും ഷൗക്കത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ അസ്തിത്വത്തെ തന്നെ വിമർശിച്ചു, അല്ലെങ്കിൽ അസ്തിത്വത്തെ ചോദ്യം ചെയ്തു. തിരിച്ച് ജമാഅത്തെ ഇസ്ലാമി ഷൗക്കത്തിനെ ശത്രുവായും പ്രഖ്യാപിച്ചിരുന്നു. ഇരു കൂട്ടരും ഇക്കാര്യം മറന്ന് ഒന്നിച്ച കാഴ്ച നിലമ്പൂരിൽ കൗതുകമായി. മാത്രമല്ല മതരാഷ്ട്രവാദം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിൻവാങ്ങി എന്ന VD സതീശന്റെ പ്രസ്താവനയും ചർച്ചയായ വിഷയമാണ്, അല്ലെങ്കിൽ നിലമ്പൂരിൽ സജീവമായി അവസാന ഘട്ടത്തിൽ ചർച്ചയായി. ഈ വിഷയത്തെ സജീവമാക്കി നിലനിർത്താൻ CPM ശ്രമിക്കുകയും ചെയ്തു. അത് ഒരു പരിധിവരെ CPM അതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇതിലൂടെ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന സമസ്തയുടെയും AP സുന്നികളുടെയും വോട്ട് കൂടെ നിർത്താൻ, അല്ലെങ്കിൽ തങ്ങളിലേക്ക് കൂടുതൽ കൊണ്ടുവരാനാണ് CPM ശ്രമിച്ചത്. അതിൽ പാർട്ടി വിജയിച്ചു എന്നുള്ള വിലയിരുത്തലാണ് അവർക്കുള്ളത്. മാത്രമല്ല ജമാഅത്തയുടെ പിന്തുണ ഉയർത്തിക്കാട്ടുന്നതിലൂടെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് CPM ഉള്ളത്. എന്നാൽ നിലമ്പൂരിൽ CPM മനക്കോട്ട കെട്ടേണ്ട എന്നാണ് UDF കേന്ദ്രങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്.
അതിന് അവർ പറയുന്ന ചില പ്രസക്തമായ കാരണങ്ങളാണ്. ആദ്യത്തേത് VD സതീശൻ ടീമിന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്. അൻവർ ഫാക്ടറിലൂടെ പോകാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകളെ ഒപ്പം നിർത്താൻ സതീശനും ടീമിനും കഴിഞ്ഞുവെന്നാണ് UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. മാത്രമല്ല, ഒരിക്കലുമില്ലാതെ നിലമ്പൂരിലെ കോൺഗ്രസ് ചേരി മറന്ന് ഒന്നിച്ചു നിന്നുവെന്നും അവർ പറയുന്നു. ആര്യാടനോടുള്ള എല്ലാ ശത്രുതയും മറന്നും VD സതീശനോടുള്ള എതിർപ്പുകളെ മനസ്സിലടക്കിയും ലീഗ് നേതൃത്വവും അണികളും ഷൗക്കത്തിനായി സജീവമായി രംഗത്തിറങ്ങിയതും UDFന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ലീഗ് അണികളും കോൺഗ്രസ് അണികളും തമ്മിലുള്ള അന്തർധാര നിലമ്പൂരിൽ സജീവമായിരുന്നു എന്നും UDF കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതേസമയം LDF ക്യാമ്പ് മറ്റ് ചില കണക്കുകൂട്ടലുകൾ കൂടി സൂക്ഷിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലമ്പൂരിലെ സാന്നിധ്യമാണ്. അതുകൊണ്ടുണ്ടാകുന്ന ചില കണക്കുകൂട്ടലുകളാണ്. പിണറായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഗുണമുണ്ടാകുമെന്നും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അതിൽ പിണറായിക്ക് ഒരു വൈദഗ്ധ്യമുണ്ട്, അത് സ്വരാജിന് നേട്ടമായി മാറുമെന്നും CPMന്റെ ബുദ്ധി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. നമുക്കറിയാം, പരമ്പരാഗതമായി UDF മുൻതൂക്കമുള്ള മണ്ഡലമാണ് നിലമ്പൂര്. മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമെന്നും നമുക്ക് നിലമ്പൂരിനെ പറയാം. പതിറ്റാണ്ടുകൾ ആര്യാടൻ മുഹമ്മദ് കൈവശം വെച്ചിരുന്ന മണ്ഡലം കൂടിയാണ് നിലമ്പൂര്. സഖാവ് കുഞ്ഞാലി MLAയുടെ രക്തസാക്ഷിത്വം പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ CPM എന്നും പിന്നിലാണ് നിന്നിട്ടുള്ളത്. കുഞ്ഞാലി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എത്തിയ TK ഹംസയും പിന്നീട് PV അൻവറും മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ നിന്ന് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് CPM വോട്ടുകൾ കൊണ്ട് മാത്രം ഇവിടെ ജയിക്കാൻ കഴിയില്ല. പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള അല്ലെങ്കിൽ പാർട്ടി വോട്ടുകൾക്ക് പുറമേ ഉള്ള വോട്ട് പിടിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ഇടതുപക്ഷ ലേബലിൽ നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പുറമേ നിന്ന് വോട്ടുകൾ കിട്ടിയപ്പോഴൊക്കെ ഇടതുപക്ഷം അവിടെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന ഭരണത്തിൽ ഒരു മാറ്റവും വരുത്താത്ത ഉപതെരഞ്ഞെടുപ്പ് ആയിരുന്നിട്ട് കൂടി CPM നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത് എന്ന് നമുക്ക് നോക്കിക്കാണാം. ആവശ്യമില്ലാത്ത ഒരു വിവാദത്തിലും ചെന്നുപെടാതെ നേതാക്കൾ ശ്രദ്ധിച്ച കാര്യവും ഓർക്കണം. ഒപ്പം തെരഞ്ഞെടുപ്പ് അജണ്ടകൾ തീരുമാനിക്കുന്ന കാര്യത്തിലും CPM മുന്നിട്ട് നിന്നതായി നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും. മാത്രമല്ല, തങ്ങൾക്കെതിരെ വരാൻ സാധ്യതയുണ്ടായിരുന്ന എല്ലാ ഫാക്ടറുകളെയും കൃത്യമായി പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നതും ഒരു പ്രത്യേകതയാണ്. അതായത് പറഞ്ഞു വരുന്നത്, സ്വരാജിലൂടെ ഇടതു മനസ്സുകൾക്ക് അപ്പുറമുള്ള വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് CPM ഈ അവസാന ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അതിൻ്റെ സൂചനകൾ പാർട്ടിക്ക് കൃത്യമായി ഉണ്ടെന്നും CPM കേന്ദ്രങ്ങൾ പറയുന്നു. പാർട്ടികളുടെ കണക്കുകൂട്ടലുകളും തെരഞ്ഞെടുപ്പ് രംഗത്തെ വിലയിരുത്തലുകൾക്കും അപ്പുറം നമുക്ക് വിവക്ഷിക്കാൻ കഴിയാത്ത ചില ഘടകങ്ങളാണ് മിക്കപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് ഗോതയിൽ ഫലം നിർണ്ണയിക്കുക. നിലമ്പൂരിൽ എന്താകും ആ ഉള്ളൊഴുക്ക് എന്നതാണ് നിർണായകം. സ്വരാജിൻ്റെ സ്വീകാര്യതയാണോ ഷൗക്കത്തിൻ്റെ പാരമ്പര്യമാണോ ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അതോ അൻവർ പിടിക്കുന്ന വോട്ടുകളാകുമോ ഫലം നിർണ്ണയിക്കുക? വിലയിരുത്തലുകളും വീക്ഷണങ്ങളും പങ്കുവയ്ക്കാമെങ്കിലും പ്രവചനാതീതമായ സ്വഭാവത്തിലാണ് നിലമ്പൂർ ഉള്ളതെന്ന കാര്യം മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. മറ്റൊന്നും ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവസാന മണിക്കൂറുകളിലും ഏറനാടൻ രാഷ്ട്രീയമുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കാം. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്താം. നന്ദി, നമസ്കാരം.